ഹോങ്കോങ്ങിനെതിരെ ആവേശകരമായ വിജയത്തോടുകൂടി ഇന്ത്യ AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിലെ ഒരു ഗംഭീരമായ ഒരു വിജയത്തോടുകൂടി തന്നെ കൊച്ചിയിൽ നിന്ന് ഇന്ത്യ ഇറങ്ങുകയാണ്. നമുക്കൊപ്പം കമന്റേറ്റർ ഷൈജു ദാമോദരൻ ചേരുകയാണ്. ഷൈജു ഏട്ടാ, ഖാലിദ് ജമീലിന്റെ ഹോമിലെ ആദ്യത്തെ മത്സരം, ഇന്ത്യയുടെ കൊച്ചിയിലെ ആദ്യത്തെ വിജയം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു മത്സരത്തിന്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ജയേഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. 10 വർഷത്തിന് ശേഷം കൊച്ചിയിലേക്ക് ഇന്ത്യയുടെ ഒരു അന്താരാഷ്ട്ര മത്സരം മടങ്ങി വരുന്നു. അതിനെ നമുക്ക് എന്താ പറയുക, ഒരു വിന്നിംഗ് നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുക. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നിട്ടും ഈ മത്സരത്തിന് ഇത്രയും ഒരു 22,000-23,000 കാണികൾ വരിക, അവരുടെ മുന്നിൽ നല്ല രീതിയിലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുക. റയാൻ വില്യംസ്, അത് ഇന്ത്യൻ ഫുട്ബോളിലൊരു പുതിയ മാറ്റമാണ്. അതായത് ഒരു വിദേശ ഓസ്ട്രേലിയയിൽ ജനിച്ച് പിന്നീട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അങ്ങനെ ഒരു ട്രെൻഡ് ഖാലിദ് ജമീലും ഇന്ത്യൻ ഫുട്ബോളും സ്റ്റാർട്ട് ചെയ്ത ഒരു മത്സരം കൂടിയാണ്. അപ്പോൾ ഒരു ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടിയുള്ള മത്സരമാണ്. കളിയുടെ തുടക്കത്തിൽ ആദ്യ പകുതി തുടങ്ങുമ്പോൾ തന്നെ റയാൻ വില്യംസ് തന്നെ ഡെബ്യൂ മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിക്കുക എന്ന് പറയുമ്പോൾ അത് ലഡുവിലെ മുന്തിരി പോലെയാണ്, ഇരട്ടി മധുരമാണ്. ഓഫ് കോഴ്സ് ആകാശ് മിശ്രയുടെ രണ്ടാം പകുതിയിലെ ഗോളും ഈ മത്സരത്തിന്റെ നമ്മളിപ്പോൾ പോയിന്റ് പട്ടിക AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയിങ്ങിന്റെ പോയിന്റ് പട്ടികയിൽ ഈ വിജയം സംബന്ധിച്ച് ഇന്ത്യയുടെ സ്ഥാനമാനങ്ങൾക്ക് പ്രത്യേകത ഇല്ലെങ്കിൽ പോലും കൊച്ചിയിൽ ഇന്ത്യ കളിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ ഇന്ത്യ ജയിക്കുന്നു. അതിൽ റയാൻ വില്യംസ് ഇതേപോലെ ആദ്യത്തെ ഒരു ഇന്ത്യൻ ഓസ്ട്രേലിയൻ വംശജനായിട്ടുള്ള ഒരാൾ ഗോൾ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ലേഷ് പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ. അപ്പോൾ ആ വിജയത്തിന് എപ്പോഴും ഒരു ഇരട്ടി മധുരമാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഈ ആരാധകരെ കുറിച്ച് പറയുമ്പോഴേ 2014 തുർക്ക്മെനിസ്ഥാനത്തിന് ഇന്ത്യ കളിക്കുമ്പോൾ 2,800 കാണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്നാണ് ഒരു 20,000-ന് മുകളിലേക്ക് ഒരു കാണിക്കൂട്ടം വരുന്നത്. അത് അത്രമാത്രം സന്തോഷം നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാഷണൽ ടീം കളിക്കുമ്പോൾ നമ്മുടെ ദേശീയ ടീമിനോടുള്ള, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ഫാൻസിന്റെ ഇഷ്ടം കൂടിയാണ് എല്ലാവരും. അതായത് ഇതേ സമയത്ത് ഇവിടെ ക്ലബ് ഫുട്ബോൾ നടക്കുന്നുണ്ട്. ക്ലബ് ഫുട്ബോളിന് ഇത്ര ആൾ വരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ടീമിന്റെ കളി കാണാൻ ഇത്ര ആൾ വന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നാഷണൽ ഫുട്ബോളിനെ കുറിച്ചും ഇന്ത്യൻ ടീമിനോടും നമ്മുടെ ആളുകൾ എത്രമാത്രം സപ്പോർട്ടീവാണ്, പ്രത്യേകിച്ച് മലയാളി ഫാൻസ് എന്നുള്ളതാണ്. തീർച്ചയായും ഇവർക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ടീമും, മലപ്പുറത്തു നിന്ന് ആൾക്കാരുണ്ട്, കാലിക്കറ്റ് നിന്നുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്, എല്ലായിടത്തും, കാസർഗോഡ് നിന്നുണ്ട്. ഇവിടെ പ്രശ്നം ഇവിടെ ഒരു ജില്ല പറയാൻ നിന്നുകഴിഞ്ഞാൽ എല്ലാവരെയും പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും എല്ലാവരും പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത്രയും ആവേശം ഇവർ കാണിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് സ്റ്റേഡിയത്തിൽ കാണിച്ച വൈബ്, ഇതാണ് കേരള ഫുട്ബോൾ, ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ. അപ്പൊ തന്നെ മത്സരത്തിന്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 5 മത്സരം ഇന്ത്യ കളിച്ചു, ഇതേ ഹോങ്കോങ്ങിന് നേരെ കളിച്ച് പരാജയപ്പെട്ടാണ്. ക്വാളിറ്റിയിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഫുൾ ടൈം കളി കണ്ടു. ഒരു സാധാരണ ഫുട്ബോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ ഒരിക്കലും ബോറടിപ്പിച്ചിട്ടില്ല, എനിക്ക് നിരാശ തോന്നിയിട്ടില്ല. പിന്നെ ഇന്ത്യൻ ടീമിനെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. നമ്മളെപ്പോഴും ഒരു യാഥാർത്ഥ്യബോധത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ട് വേണം ജീവിതത്തിലല്ല, അത് ഇന്ത്യൻ ടീമിന്റെ ഫുട്ബോൾ കാണുമ്പോൾ അങ്ങനെ കാണണം. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിരാശനല്ല, എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല ഗെയിം കളിച്ചു, നല്ലൊരു എന്താ പറയുക, നമ്മളല്ല ഒരു പോസിറ്റീവ് ഇന്റന്റോട് കൂടി ജയിക്കണമെന്ന ആഗ്രഹത്തോട് കളിച്ചു. നല്ല വിങ്ങിക്കൂടി നല്ല മൂവ്മെന്റ്സ് ഉണ്ടായി. വില്യംസ് വന്നതിന്റെ മാറ്റം ഉണ്ടായി. ഇവർ ബോറടിപ്പിക്കുന്ന ഫുട്ബോൾ അല്ല കളിച്ചത്. ഈ ഫുട്ബോൾ ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ഉറപ്പായിട്ടും ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. ഇപ്പോ റയാൻ വില്യംസ് ഗോൾ അടിച്ചു, ഇന്ത്യക്ക് വേണ്ടി പുറത്തുനിന്ന് ആദ്യത്തെ ആരാണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഒരു ക്രോസ് വരുന്നു, മൻവീറിന്റെ ഒരു മനോഹരമായ ക്രോസ് വരുന്നു. സ്റ്റൈജുവിനാണ് കമന്ററി ബോക്സിൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കമന്ററി ചെയ്യാം? വേണ്ട കമന്ററി വേണ്ട. മൻവീർ സിംഗിന്റെ ക്രോസ് വരുന്നു. റയാൻ വില്യംസ്. ഓക്കെ ഷൈജേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഒരു ആവേശം തന്നെയാണ് കൊച്ചിയിലെ ഒരു വിജയത്തിന് മാറ്റുകൂട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.